ഹലോ, അസ്സാം വലൈക്കും ഗായ്സ്. ആലിയ വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഏറെ ദിവസത്തിന് ശേഷം ഒരു വീഡിയോ ആയിട്ട് വന്ന കേട്ടോ ഞാൻ. മറ്റൊന്നുമില്ല, നമുക്ക് സ്പെഷ്യൽ ഒരു ഐറ്റം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ. സേമിയ ഉപയോഗിച്ചിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് കേട്ടോ. ബാംഗ്ലൂർ സ്പെഷ്യലാണ്. അതെങ്ങനെയാണെന്നതാ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ എല്ലാവരും കേട്ടോ. അതിനായിട്ട് ഞാൻ കടായി അടുപ്പത്ത് വെച്ച് കടായി ചൂടായിട്ട് കുറച്ച് ഓയിൽ വെച്ച് കൊടുക്കുക. സൺഫ്ലവറിലാണ് ഉണ്ടാക്കുന്നത്. ഓയിൽ ചൂടായി വന്നിട്ട് ഗരം മസാല ചേർത്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഗരം മസാല ഒക്കെ പൊട്ടി വന്നു. ഒരു 2 വലിയ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, നൈസായിട്ട്. ആ സവാള ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. പിന്നെ അത് പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഒന്നുണ്ടല്ലോ, ഉപ്പ് ചേർത്തിട്ട് ഉള്ളി പെട്ടെന്ന് വാടി കിട്ടും കേട്ടോ. കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് അന്നേരം ചേർത്തിട്ട് ഞാൻ വീട് നന്നായി വഴറ്റി കൊടുക്കുക. ഈ സേമിയ ആട്ടോ ഉപയോഗിക്കുന്നത്. റോസ്റ്റഡ് വെർമിസെല്ലിയാണ്. അത് വറുത്ത സേമിയ ആട്ടോ. നിങ്ങൾക്കാനുള്ള സേമിയ ഉണ്ടോ, അത് ഇട്ടും ഉണ്ടാക്കട്ടോ. ഇത് ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്ത് വെച്ചാട്ടോ ചേർത്ത്. അതിൻ്റെ പേസ്റ്റിൻ്റെ അതാണ് ഏറ്റവും നല്ലത്. അത് പേസ്റ്റ് ഇല്ലായത് കഴിഞ്ഞു പോയി, അപ്പോൾ ഞാൻ അത് ചെറുക്കിയെടുത്തതാണ്. ഒരു 3 പച്ചമുളക് കീറിയത് അത് ചേർത്ത് കൊടുത്തു കേട്ടോ. നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴറ്റി വന്ന് അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ മാറട്ടെ. ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ഒക്കെ നല്ലൊരു സ്മെല്ല് വരണം കേട്ടോ. നന്നായി വഴറ്റി വന്നതിന് ശേഷം അതിന് ശേഷം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. പഴുത്ത 2 തക്കാളിയാണിത്. നല്ല പഴുത്ത തക്കാളി എടുക്കണം കേട്ടോ. നന്നായി വഴറ്റി കൊടുക്കുക കേട്ടോ. ഇനി ഞാൻ ചേർക്കാൻ പോകുന്നത് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച ചിക്കനാണ് കേട്ടോ. ചിക്കൻ ചെറുതായി കട്ട് ചെയ്ത് വൃത്തിയാക്കി കഴുകി വെച്ചതാണ്. അത് ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ചിക്കനും മുട്ടയും അതുപോലെ തന്നെ ബീഫ് കൈമാക്കി എടുത്തിട്ടൊക്കെ ഉണ്ടാക്കട്ടോ. ഇനി കുറച്ച് മുളക് പൊടി, ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർക്കുക. നമ്മൾ എരിവിന് അതനുസരിച്ചുള്ള ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടോ, ടെർമറിക് പൗഡർ. അതിൽ ചില്ലി പൗഡർ ചേർത്ത് പിന്നെ ടെർമറിക് പൗഡർ ചേർത്തു കേട്ടോ. നമ്മൾ ആവശ്യത്ര നമുക്ക് എത്ര എരിവ് വേണോ അതിനനുസരിച്ച് ചേർത്താൽ മതി. പ്രത്യേകം കണക്കൊന്നുമില്ല കേട്ടോ. നമുക്കിവിടെ എരിവ് കുറവാണ് വേണ്ടത്, അപ്പോൾ അതിനുള്ള മുളക് ഞാൻ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഇനി കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഗരം മസാല ഞാൻ പാക്കറ്റ് പൊട്ടിച്ചെടുത്തതേ ഉള്ളൂ. അതാണ് ഗരം മസാലയാണ്. അത് കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ.
ആദ്യം നമ്മൾ സാധാ ഗരം മസാല ചേർത്തിട്ടുണ്ടല്ലോ പൊട്ടുന്നത്, പിന്നെ പൊടി കുറച്ച് ചേർത്ത് കൊടുത്താണ് എങ്കിലേ അത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നന്നായിട്ട് വഴറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് മല്ലിച്ചപ്പ്, പുതിന, കറിവേപ്പില അതിൽ കുറേശ്ശെ എടുത്തിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ അരിഞ്ഞ് വെച്ചതൊക്കെ ചേർത്തിട്ടില്ല, അതിന് കുറച്ച് എടുത്തിട്ടുള്ളൂ. മല്ലിച്ചപ്പ് ഇട്ടു, പിന്നെ പുതിന ഇട്ട് ചേർത്തു, കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തു കേട്ടോ. അതിന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. മിക്സ് ചെയ്ത് വഴറ്റുന്നതിലാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത് കേട്ടോ. അടിപൊളിയായിട്ട് ഇരിക്കും റെഡിയായി കിട്ടിയാൽ. നല്ല ടേസ്റ്റുള്ള സാധനമാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇനി ആവശ്യത്തിനുള്ള വെള്ളം, അതായത് 2 ഗ്ലാസ് സേമിയ ഞാൻ എടുക്കുന്നത്. അപ്പോൾ 3 ഗ്ലാസ് വെള്ളം, ഈ ഗ്ലാസ്സിന് 3 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അതിൻ്റെ 2 ഗ്ലാസ് സേമിയാണ് ഞാൻ എടുത്തത് കേട്ടോ. അപ്പോൾ അതിന് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തു. പിന്നെ ഉപ്പ് ഒന്നുകൂടി നോക്കണം കേട്ടോ. നമ്മൾ ആദ്യം ഇട്ട ഉപ്പാണുള്ളത്. ആവശ്യത്തിന് ഉപ്പ് ഉണ്ടോ നോക്കി, പോരായതിൻ്റെ കുറച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. ചെറിയ ചെറുനാരങ്ങൻ്റെ ചെറിയ കഷ്ണം, അതിൽ നിന്ന് കുറച്ച് നീര്, കുരുവൊക്കെ പോക്കിയിട്ട്, കുരുവൊന്ന് ഇടയിരുത്തിട്ട് കയ്പ്പ് വരും. കുരുവൊന്നുമില്ലാണ്ട് കുറച്ച് നീര്, അതായത് ജ്യൂസ് കുറച്ച് ഒഴിച്ച് കൊടുക്കുക. ഇതെന്തിനാന്ന് വെച്ചാൽ സേമിയ ഒട്ടി പോകാതിരിക്കാനും പിന്നെ ടേസ്റ്റ് കിട്ടാനാണ് കേട്ടോ ചെറുനാരങ്ങ ചേർക്കുന്നത്. തൈര് ഉണ്ടെങ്കിൽ അത് കുറച്ച് ഒരു ടീസ്പൂൺ 2 ടീസ്പൂണോ തൈര് ചേർത്താലും നന്നു കേട്ടോ. എൻ്റെ കയ്യിൽ തൈരില്ലായിരുന്നു, അപ്പോൾ ഞാൻ ചെറുനാരങ്ങ ചേർത്ത്. നമ്മൾ സേമിയ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ പാക്കറ്റ് കാണിച്ചിട്ടില്ല, പാക്കറ്റിൽ എടുത്തിട്ട് അതായത് 2 ഗ്ലാസ് കണക്കാക്കിയിട്ട് എടുക്കണം. 3 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചത്. അത് 2 ഗ്ലാസ് സേമിയ എടുത്തിട്ടുണ്ട്. അതിനി നമുക്ക് ഈ മസാലയ്ക്ക് ഒഴിച്ച് കൊടുക്കുക. മസാലയൊക്കെ ഇടുന്ന സമയത്ത് തന്നെ അങ്ങ് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലാഞ്ഞാൽ അത് അടി പിടിക്കും കേട്ടോ. പ്രത്യേകിച്ച് സ്റ്റീലിൻ്റെ കടായിയാണ്, അപ്പം നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അത് പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. നമുക്ക് ചിക്കൻ വെന്ത് മസാല ഒക്കെ റെഡിയായി കിട്ടിയാൽ പിന്നെ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് സേമിയ ഇട്ട് കൊടുത്താൽ മതി. നന്നായി ഇളക്കി എല്ലായിടത്തും മിക്സ് ചെയ്ത് യോജിപ്പിക്കുക കേട്ടോ. ഇതൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. രാവിലെയും വൈകിട്ടൊക്കെ ഉണ്ടാക്കട്ടോ. അതങ്ങനെ തിളച്ച് വരുന്നുണ്ട് കണ്ടോ, വെള്ളമൊക്കെ പാകമായി തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് ദമ്മിലിട്ട് കൊടുക്കണം കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അതിന് അടിക്ക് പിടിക്കും. നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ ഇത്ര പേടിയില്ല, അത് സ്റ്റീലിൻ്റെ പാത്രം ആയതുകൊണ്ട് പെട്ടെന്ന് അടി പിടിക്കും. അതുകൊണ്ട് ഞാൻ ഇളക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക്. അത് വെള്ളമൊക്കെ പാകമായ സേമിയ, ചിക്കൻ ഇട്ട കര സേമിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ സേമിയൊക്കെ കിട്ടുമ്പോൾ നിങ്ങളങ്ങനെ ഉണ്ടാക്കി നോക്കേണ്ടി കേട്ടോ. ഞങ്ങൾ ബാംഗ്ലൂർ സ്പെഷ്യൽ ഒരു ഫുഡാണ്, രാവിലെ ഉണ്ടാക്കുന്നൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. രാവിലെയും വൈകിട്ടൊക്കെ ഉണ്ടാക്കാം, പെട്ടെന്ന് ആവാൻ പറ്റും. ചെറിയ ചിക്കനോ ചെറിയ കഷ്ണം ചിക്കനോ ബീഫ് കൈമാക്കിയതോ പിന്നെ മുട്ടയോ ഒക്കെ ഇട്ട് ഉണ്ടാക്കട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് മുന്നേ ദിവസം ഞാൻ ഉണ്ടാക്കിയിരുന്നു, പക്ഷെ ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഒന്നിച്ചങ്ങനെ ഇട്ട് അങ്ങ് പോയതുള്ളൂ കേട്ടോ. മറ്റൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് നേരം ഒന്ന് ദമ്മാവട്ടെ കേട്ടോ.
കഴിക്കാനായിട്ടുണ്ട്. ഇത് നമുക്ക് ഇതെന്താ പറയുക, ടൊമാറ്റോ സോസും ഒക്കെ ഉപയോഗിച്ചിട്ട് കഴിക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റുള്ള സാധനമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നമ്മളെല്ലാവരും വീട്ടിലും സേമിയ കിട്ടുമ്പോൾ. ഇത് ഞാൻ എടുത്തത് ഇപ്പം വറുത്ത സേമിയാണ് കേട്ടോ. റോസ്റ്റഡ് ഇതാണ് എടുത്തത് കേട്ടോ. സേമിയാണ് എടുത്തത്. റോസ്റ്റഡ് അല്ലാതെ വേറെ നിങ്ങളിങ്ങനെയുള്ള സേമിയ ഉണ്ടല്ലോ, അതുകൊണ്ടും ഉണ്ടാക്കാം കേട്ടോ. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റ്ഫുൾ സാധനമാണ്. ചിക്കനൊന്നും ഇടുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് ആവില്ലേ. അപ്പോൾ ഉണ്ടാക്കിയിട്ട് എല്ലാവരും അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് പറയാം. ഞാൻ ഉണ്ടാക്കി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട്, നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് പറയുക, കമൻറ്റ് ഇടുക. കണ്ടുപോയാൽ മാത്രം പോയാൽ ലൈക്ക് സബ്സ്ക്രൈബ് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കേ, വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഗുഡ് ബൈ. റെഡി ആക്കിയിട്ട് നമ്മൾ വിളമ്പാൻ അല്ലേ ഇനിയാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ചെറിയ ചെറിയ സൈഡ് ചിക്കൻ പീസൊക്കെ ഉണ്ട്. അടിപൊളിയായിരിക്കും കേട്ടോ. കുറച്ച് ടൊമാറ്റോ സോസ് കൂട്ടി കഴിക്കുക.